ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ ഇവിടെ നീ നിൽക്കുന്ന ഭിക്ഷയാ. അതിൽ അഹങ്കരിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്ക്. എനിക്ക് വേണ്ടി നീ ജ്യൂസ് ഉണ്ടാക്കോ ആഹാരം പാകം ചെയ്യോ ഒന്നും ചെയ്യണ്ട. അത്രയും സമയം നിനക്ക് നഷ്ടപ്പെടും. അതേ ഉള്ളു ഗുണം. മനസ്സിലായോ നിനക്ക്? കൽപ്പന കാലിൽ പിടിച്ച് കരഞ്ഞതുകൊണ്ട് പത്മിനിക്ക് തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷെ നിനക്കെന്ത് പറ്റി? അത് അമ്മേ, വ്യക്തമായൊരു ഉത്തരം നിനക്ക് കാണില്ലെന്ന് എനിക്കറിയാം. ഒരു വട്ടം അങ്ങനെ ക്ഷമിച്ചതുകൊണ്ട് കൽപ്പന മര്യാദക്കാരി ആകുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ? നാളെ അവളെ ഇത് വീണ്ടും ആവർത്തിച്ചൂടെ? നമ്മുടെ സൂര്യയല്ലേടാ അവള് ചതിച്ചുകൊണ്ടിരിക്കുന്നേ. ഓർക്കാൻ വയ്യാത്ത തെറ്റാണ് അവൾ ചെയ്തത്. അതിലെനിക്ക് ഒരു തർക്കമില്ല അമ്മേ. പക്ഷേ ഇവിടെ നിൽക്കാൻ അവൾക്ക് മൗനാനുവാദം കൊടുക്കുമ്പോ ഞാൻ ചിന്തിച്ചത് അവളെപ്പറ്റിയല്ല, സൂര്യയെക്കുറിച്ചാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, ഒരു ജീവച്ഛവം പോലെ അവൻ വീൽ ചെയറിൽ ഇരുന്നത്, കൈയും കാലും ഒന്നും അനങ്ങാതെ. ചലനമുണ്ടായിരുന്നത് കണ്ണുകളിൽ മാത്രമായിരുന്നു, അതും കരയാൻ വേണ്ടി മാത്രം. അവനൊന്ന് നടന്നു വരുന്നതേ ഉള്ളൂ, അവന്റെ മനസ്സൊന്ന് നേരെയായി വരുന്നതേ ഉള്ളൂ. സ്വന്തം ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ടെന്നറിഞ്ഞാൽ, അതും സ്വന്തം അനുജനുമായിട്ടെന്നറിഞ്ഞാൽ അവൻ വീണുപോയില്ലേ അമ്മേ? ചിലപ്പോ ആ വീഴ്ചയിൽ നിന്ന് ഒരിക്കലും അവനെ വിളിച്ചുണർത്താൻ പറ്റിയില്ലെങ്കിലോ? അതൊരച്ഛന്റെ പേടിയാ. കുടുംബക്കാരണവരുടെ കാർക്കശ്യം കാണിക്കാൻ എളുപ്പമാ. പക്ഷേ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ചല്ലേ പറ്റൂ. കൽപ്പന വീട്ടിന് പുറത്തു പോകുന്നതാണോ, എന്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതാണോ നല്ലത്? ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ എന്താ അമ്മേ തെറ്റ്? അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷേ 1% പോലും എനിക്ക് അവളെ വിശ്വാസമില്ല. ഇന്നിത് ഒതുക്കാം. പക്ഷേ നാളെ അവൾ കാണിക്കുന്ന വൃത്തികേടുകൾ എന്തെങ്കിലും സൂര്യ നേരിട്ട് കാണുകയാണെങ്കിലോ? നീയൊന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. അമ്മ, ജ്യൂസ്. ഞാൻ കുടിക്കാനൊന്നും ചോദിച്ചില്ലല്ലോ. അമ്മ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ മുഖത്ത് എന്തോ ഒരു ക്ഷീണം തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തതാ. ഒന്നാമത് നീ അടുക്കള കയറാറില്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എന്റെ മുഖത്തെ ക്ഷീണം. അതിന് കാരണക്കാരി നീ തന്നെയല്ലേ? അമ്മ ഇത് കുടിക്കമ്മേ. വേണ്ട, നീ തന്നെ കുടിച്ചോ. ഞാൻ എടുത്തതല്ലേ അമ്മേ. മരുമക്കളെ സ്നേഹത്തോടെ നിർബന്ധിച്ച അത് ചെയ്യണം. പക്ഷേ ഇന്ന് പൊട്ടിമുളച്ച ഈ സ്നേഹം എനിക്ക് വേണ്ട. കൽപ്പനെ, അരുതാത്ത തെറ്റ് ചെയ്തിട്ടും ഇപ്പോഴും നീ കണിമംഗലത്ത് നിൽക്കുന്നത് എന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാ. അത് നിന്നെ ഞാൻ വിശ്വസിച്ചതുകൊണ്ടല്ല, എന്റെ മകൻ സൂര്യ ഓർത്തിട്ടാ. അവന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പെറ്റമ്മയായി ഞാൻ ചിലപ്പോ ക്ഷമിക്കും. അതിനർത്ഥം നിന്നോട് പുറത്തുനിന്നല്ല. അമ്മ, ഒന്ന് സത്യമല്ല. ഇല്ല, രാധിക വെറുതെ. നാണമില്ല നിനക്ക്? നിന്റെ മുറിയിൽ നിന്നൊരു ഡ്രസ്സോ ആഭരണോ കളവ് പോയ കാര്യമല്ലത്. സ്വന്തം അനുജന്റെ സ്ഥാനം പോലും മറന്നു നീ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയതാ. അത് ന്യായീകരിക്കാൻ എന്റെ മുമ്പിൽ വന്നാ എനിക്ക് ചിലപ്പോ നിയന്ത്രിക്കാൻ കഴിയില്ല. അയ്യോ, അമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചോ?
പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ നിരപരാധിയാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടും. ഇപ്പൊ അമ്മ ആരെ വിശ്വസിക്കുന്നോ അവര് തെറ്റുകാരാണെന്ന് മനസ്സിലാവുമ്പോ ഈ ചെയ്യുന്നതൊക്കെ ആലോചിച്ച് അമ്മയ്ക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. എങ്ങനെ? ഒരു വട്ടം കൂടി എന്നോടിതൊന്ന് പറയൂ. അതിനുള്ള മനസ്സുറപ്പ് നിനക്ക് കാണില്ല മോളെ. കണിമംഗലം കുടുംബത്തിന് ഒരു അഭിമാനമുണ്ട്. ഇത്രയും കാലം ഈ കുടുംബത്തിൽ നിന്നിട്ടും നീ അത് തിരിച്ചറിയാതെ പോയി. പക്ഷെ നീ ഒരു തെറ്റ് ചെയ്തതിന് ഈ കണിമംഗലം കുടുംബത്തിന് ഒന്നിച്ച് ആളുകളുടെ മുമ്പിൽ തലകുനിക്കാൻ പറ്റില്ലല്ലോ. ഈ വീട്ടിൽ ഇവിടെ നീ നിൽക്കുന്ന ഭിക്ഷയാ. അതിൽ അഹങ്കരിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്ക്. എനിക്ക് വേണ്ടി നീ ജ്യൂസ് ഉണ്ടാക്കോ ആഹാരം പാകം ചെയ്യോ ഒന്നും ചെയ്യണ്ട. അത്രയും സമയം നിനക്ക് നഷ്ടപ്പെടും. അതേ ഉള്ളു ഗുണം. മനസ്സിലായോ നിനക്ക്? ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? തന്നെ കാത്തുനിന്നതാ. അല്പസമയം കാത്തു നിന്നിട്ട് കണ്ടില്ലെങ്കിൽ തിരക്ക് വരാമെന്ന് കരുതി. ഇത്രയ്ക്ക് പേടിയുണ്ടോ? പിന്നെ പേടിക്കാതെ. എങ്ങോട്ടാ പോയിരിക്കുന്നേ? സുകുമാരി അമ്മ എന്ന പേരിൽ ഒരു രാക്ഷസി, പ്രിയങ്ക എന്ന പേരിൽ ഒരു കുട്ടി പിശാച്. രണ്ടുപേരും കൂടി എന്റെ ഭാര്യ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല വരുൺ. സത്യം പറഞ്ഞ പ്രിയങ്കയുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. കൊച്ചുകുട്ടികളെ പോലെയാ. ഞാനടുത്ത് ചെന്നാല് എന്റെ കൈ വിടില്ല. കുഞ്ഞുനാളില് പറഞ്ഞ ഓരോ കാര്യങ്ങള് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കൂ. സാഹചര്യം കൊണ്ട് ഒരാൾ ചിലപ്പോ അങ്ങനെയൊക്കെ ആയി പോവാം. വേണമെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയും ചെയ്യാം. വരുണൊന്നും മിണ്ടാതിരുന്നേ. അവളങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുന്നൊന്നുമല്ല. എടോ, ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴേ അതിനെ പരിഹസിക്കാനൊന്നും ഞാനില്ല. എന്നാലും താനും നന്നായിട്ട് സൂക്ഷിച്ചു. അനുഭവങ്ങളെ കുറച്ചൊന്നും അല്ല. തനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേർക്ക് തന്നോട് തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട്. അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി അത് മാറി അവളൊരു വാക്ക് എന്നോട് സംസാരിച്ച ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. പഴയ രാധികൊന്നും അല്ല ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ചെറുക്കനെ കൈവിട്ട് കളയാനും പറ്റില്ല. തന്നെ ഓക്കെ. താൻ വാ.